നമ്മുടെയും ഈ സ്ഥലത്തിൻ്റെയും ആത്മീയ രക്ഷകർത്താവും കാത്തുകൊള്ളുന്ന സംരക്ഷിക്കുന്ന പിതാവുമായ ആദ്യത്തെ ക്രിസ്തീയ രക്തസാക്ഷി എന്ന് വ്യവഹരിക്കപ്പെടുന്ന മാർ സ്തേഫാനോസിൻ്റെ രക്തസാക്ഷി മരണം ആണ് നമ്മൾ അനുസ്മരിച്ച് ആഘോഷമായി സ്വീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചരിതം ഏവർക്കും അത്ഭുതമുളവാക്കുന്നതാണ്. പ്രത്യേകിച്ച് ലോകത്തിൽ ലൗകിക മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ മരിക്കാനാകുമോ എന്ന ചിന്ത അന്ന് ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം ഉണർത്തിവിട്ട ഒരു പ്രധാന ചിന്ത അതാണ്. ഇങ്ങനെ മനുഷ്യന് മരിക്കാൻ സാധിക്കുമോ? ഇതിൻ്റെ അർത്ഥം ആക്രമിക്കാൻ വരുന്നവരെ, കൊല്ലാൻ വരുന്നവരെ തിരിച്ച് എതിർക്കാതെ അവരെയും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ശാന്തമായി മരിക്കുന്ന ഒരു രംഗം അത്യപൂർവമാണ്. അതുകൊണ്ട് അത് പലർക്കും അതിശയമുള്ളവാക്കി. സ്തേഫാനോസ് പ്രായം കുറഞ്ഞ ആളാണ്. യേശു ക്രിസ്തുവുമായിട്ട് അങ്ങനെ അടുപ്പം ഉണ്ടായിരുന്നതായിട്ടൊന്നും സുവിശേഷത്തിലില്ലല്ലോ. എങ്കിലും അദ്ദേഹത്തിൻ്റെ മരണരംഗം അതീവ കൗതുകമുളവാക്കുന്നതും നമ്മുടെ മനസ്സുകളെ തുറക്കുന്നതും ചില നവീന മർമ്മങ്ങൾ വെളിപ്പെടുത്തി തരുന്നതുമാണ്. യേശുക്രിസ്തുവിൻ്റെ മാമോദീസാ വേളയിലും സ്തേഫാനോസിൻ്റെ മരണസമയത്തും സ്വർഗം തുറന്നിരിക്കുന്നതായി കാണപ്പെട്ടു. യോഹന്നാൻ സ്നാപകൻ കണ്ടു സ്വർഗം തുറക്കുന്നതും പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നതും യേശുക്രിസ്തുവിൻ്റെ മേലിരിക്കുന്നതും യോഹന്നാൻ കണ്ടു എന്ന് സുവിശേഷം. സ്തേഫാനോസ് മരിക്കുമ്പോഴും സ്വർഗം തുറന്നിരിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു. കൂടെയുള്ളവർ കണ്ടോ നമുക്കറിയാൻ മേല, അതിന് സാധ്യതയില്ല. എല്ലാവർക്കും ഇങ്ങനെയുള്ള ദൃശ്യം കാണാൻ സാധിക്കുകയില്ലല്ലോ. അപ്പോൾ ഈ രണ്ടിലൊന്ന് മുകളിൽ സ്വർഗം തുറന്നിരിക്കുന്നു, താഴെ ഒരു പക്ഷേ സ്തേഫാനോസിൻ്റെ സ്നേഹിതരോ മറ്റോ ദൂരെ നിൽക്കും. അവർ കയറി കിട്ടാതിരിക്കാൻ വേണ്ടി അവർ മാറി നിന്നതാണ്. കൂടുതൽ മജോറിറ്റി ഉള്ളത് എറിയുന്നവരാണ്. അവരെറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒന്നും രണ്ടും കൊണ്ടാലൊന്നും മനുഷ്യൻ ചാകുകയില്ല. ഇവിടെ നമ്മുടെ ഈ പുസ്തകത്തിൽ മലയാള പരിഭാഷയിൽ ബഹുസഹസ്രം എന്ന് എഴുതിയിരിക്കുന്നു. എണ്ണയും കണ്ണവും കണക്കും ഒന്നുമില്ല. അങ്ങനെ എറിഞ്ഞെറിഞ്ഞ് ഏറുകൊണ്ട് വീണ്ടും ഏറുകൊണ്ട് ചിലപ്പോൾ തലയൊക്കെ പൊട്ടും. അങ്ങനെ മരിക്കുന്ന ഒരു യുവാവ്. ഈ രംഗവും സ്നേഹിതരുണ്ട്, ശത്രുക്കളായി കാണപ്പെടുന്നവരുണ്ട്, ഏറുകൊള്ളുന്ന സ്തേഫാനോസുണ്ട്. മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ദൈവ തേജസ്സിൻ്റെ വലതു ഭാഗത്ത് എന്ന് പറഞ്ഞാൽ പിതാവാം ദൈവത്തിൻ്റെ എന്നർത്ഥം. പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് യേശു ക്രിസ്തു നിൽക്കുന്നതായി കാണുന്നു. വിളിച്ചു പറഞ്ഞു. കാണുക മാത്രമല്ല, പറയുകയും ചെയ്തു. ക്രൂശിന്മേൽ തലചായിച്ചോൻ വലഭാഗത്തായി. അതിപ്പോഴത്തെ പുസ്തകത്തിൽ തിരുത്തിയിട്ടുണ്ട്. ക്രൂശിന്മേൽ തലചായിച്ചോൻ പിതൃവലഭാഗേ എന്നാക്കിയിട്ടുണ്ട്. വലഭാഗത്ത് പറഞ്ഞാൽ ആരുടെ വലതുഭാഗത്തെന്ന പാട്ടിനകത്ത് ഇവിടെ ചാണ്ടിസാറെ ചേർത്തില്ല, മാത്ര കൂടുമെന്നുള്ളത് കൊണ്ട്. ഇപ്പോഴത്തെ പുതിയ പുസ്തകത്തിൽ അത് ചേർത്തിട്ടുണ്ട്. ക്രൂശ് സത്യാപ്രാർത്ഥനയില്ല, സ്ലീവ ക്രൂശിന്മേൽ തലചായിച്ചോൻ പിതൃവലഭാഗേ. അപ്പോൾ അർത്ഥവും പൂർണ്ണമായി. ഇതാണ് രംഗം. കുരിശിൽ തലചായിച്ച് മരിച്ചവൻ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് കിരീടങ്ങൾ ഉണ്ടാക്കുന്നു. അതൊരു ആത്മീയ ഭാവനാ ദൃശ്യമാണ്. അതാ നമ്മുടെ പ്രാർത്ഥന. അതൊന്ന് ചൊല്ലുമ്പോൾ നമ്മൾ ഓർത്താൽ നല്ലതാണ്. ഇങ്ങനെയൊക്കെ ഉള്ളത് യാഥാർത്ഥ്യമാണ്, സ്വർഗീയത്തിലെ രഹസ്യങ്ങളാണെന്നല്ല. നമ്മൾ ഭൂമിയിൽ അത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഈ രംഗത്ത് സ്വർഗത്തിലും ഭൂമിയിലുമായിട്ട് ഒരു കൂട്ടം കാണാം. അപ്പോൾ എന്തോ ഒരു മഹത്വമാണ് സ്തേഫാനോസിൻ്റെ മരണരംഗം.
സ്വർഗം തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ മുകളിലോട്ട് നോക്കിക്കാണുന്ന ഫെർമമെൻ്റ് എന്ന് പറയുന്നതല്ലത്. ഇങ്ങനെ മേക്കട്ടിയില്ല അവിടെ നിന്ന് സയൻസ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. മുകളിലോട്ട് നമ്മൾ കാണുന്നത് എയർ മാത്രമേ ഉള്ളൂ. OR എന്ന് പറയുന്നത് അതാ വായുമണ്ഡലം എന്ന് പറയും. അതിൻ്റെ അപ്പുറത്താണ് പറയുന്നത് സ്വർഗം തുറന്നിരിക്കുന്നു. തുറന്നാൽ എന്ത് കാണാം എന്നുള്ളതിൻ്റെ മറുപടിയാണ് ഇന്ന്. ദൈവമഹത്വത്തിൻ്റെ, അത് പിതാവിൻ്റെ വലതുഭാഗത്ത്, വലതുഭാഗം എന്നൊക്കെ ഉള്ളതിന് ചില പ്രത്യേക അർത്ഥങ്ങളൊക്കെ ഉണ്ടല്ലോ. വലതുഭാഗത്തെ കള്ളനെന്ന് പുസ്തകത്തിലില്ലെങ്കിലും നമ്മൾ പറയും വലതുഭാഗത്തെ കള്ളൻ. ശമറിയാക്കാരനെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ നല്ല ശമറിയാക്കാരനൊക്കെ അതാ പശ്ചാത്തലത്തിൽ നമ്മൾ ചേർത്ത നാമവിശേഷങ്ങളാണ് അവയെല്ലാം. അപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നു. യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നു. അതൊക്കെ ഓരോ അർത്ഥം നമ്മൾ പലപ്പോൾ കേട്ടിട്ടുള്ളതാണ്. പുത്രൻ തമ്പുരാൻ നിൽക്കുന്നതിൻ്റെയൊക്കെ നമ്മൾ പല ഗുരു കേട്ടിട്ടുള്ളതാണ്. ഞാൻ പറയുന്നില്ല. എന്നാൽ ഈ രംഗത്തിൻ്റെ രഹസ്യപൂർണമായ വ്യാഖ്യാനം, അതിൻ്റെ അർത്ഥം, അതിൻ്റെ കാഴ്ച, അതിനെയാണ് വലിയ അത്യപൂർവം എന്ന് ഞാൻ പറഞ്ഞത്. ഒരു അപ്പോസ്തലനും അതിനുശേഷമുള്ള ഒന്നാമത്തെ രക്തസാക്ഷിയും യേശുക്രിസ്തുവിനെ അക്ഷരാർത്ഥത്തിൽ അനുകരിച്ചവരാണ്. നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. സെയിൻറ്റ് തോമസ് ആണ് ഗുരുവിനെ പോലെ കുന്തം കൊണ്ട് കുത്തേറ്റു. അപ്പം യേശുക്രിസ്തു കുന്തം കൊണ്ട് കുത്തേറ്റ് കിടക്കുന്ന ചില ദൂരെ നിന്ന് കണ്ടു കാണും സെയിൻറ്റ് തോമസ്. അടുത്ത് ചെല്ലാൻ പേടിയാണ്. അപ്പം അതുപോലെ കുത്തേറ്റു അദ്ദേഹം. പിലാവിൽ കുത്തേറ്റ് യേശുക്രിസ്തു മരണശേഷം സെയിൻറ്റ് തോമസ് മരിക്കാൻ വേണ്ടി ഒരു കുത്തേറ്റു. കാലവ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പം അതൊരു വലിയ ക്രിസ്ത്യാനികരണം എന്നൊക്കെ പറയുന്നത് സ്റ്റിഗ്മാറ്റ എന്ന് പറഞ്ഞാൽ ഇതല്ല. പഞ്ചക്ഷതങ്ങൾ എന്ന് പറയുന്നതിൻ്റെ മാത്രമല്ല, ഇതും അതിൻ്റെ ഭാഗമാണ്. മുറിവേറ്റ് കുന്തം ഏറ്റിട്ടും അനക്കമില്ല. അത് നമ്മളെ വളരെ അത്ഭുതപ്പെടുത്തുന്നതാണിത്. എന്തുകൊണ്ടാണ് ഓടിക്കളയാഞ്ഞത്? യേശുക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്തു. ദേവാലയ പട്ടാളക്കാർ വന്ന യെരുശലേം ദേവാലയത്തിൽ പട്ടാളക്കാർ വന്ന് അറസ്റ്റ് ചെയ്തു. റെസിസ്റ്റ് ചെയ്തില്ലല്ലോ. ഉത്തരം കിട്ടാത്ത ചോദ്യം, എന്തുകൊണ്ട് റെസിസ്റ്റ് ചെയ്തില്ല? നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുകയും സൺഡേ സ്കൂളിൽ പഠിക്കുകയും ചെയ്യുന്ന അബ്രഹാമിൻ്റെ ബലി എന്ന് പറഞ്ഞൊരു പാഠം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അവിടെ ഇസഹാക്ക് എന്ന് പറയുന്ന ആൾ, അബ്രഹാം വിറകും തീയൊക്കെ ആയിട്ട് പോകുന്നു. അവസാനം ഇസഹാക്കിനെ കെട്ടി കയറോ വള്ളിയായിട്ട് കെട്ടിയിട്ട് അതിനെ പുറത്ത് വെക്കുന്നു, വിറകിൻ്റെ പുറത്ത്. ഇസഹാക്ക് ഓടിപ്പോകുന്നില്ല. എന്താ ഇങ്ങനെ ചെയ്യുന്നത് പോലും ചോദിക്കുന്നില്ല. അത് നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മളൊക്കെ അത് പ്രതികരിക്കും. പെട്ടെന്ന് പ്രതികരിക്കാത്തവരുടെ നിര എടുത്താൽ ഇവരെയൊക്കെ ഒന്നാം സ്ഥാനത്ത് നിൽക്കും. മൗനമായി വെട്ടാൻ കൊണ്ടപ്പോടുന്ന ആടിനെ പോലെ മിണ്ടാതിരുന്നു എന്ന് യേശുക്രിസ്തുവിനെ പറയുന്ന പോലെ തന്നെ സ്തെഫാനോസും അനങ്ങിയില്ല, യേശുക്രിസ്തു അനങ്ങിയില്ല, ഇസഹാക്കും അനങ്ങിയില്ല. അപ്പോൾ ഇസഹാക്കിനെ ബലികഴിക്കാൻ കൊണ്ടുവന്ന രംഗത്ത് കഴിക്കേണ്ടി വന്നില്ല. ഞാൻ പലരോടും ചോദിക്കും, എൻ്റെ ഊരിലെ ചെമ്മാച്ചയോട് ചോദിച്ചു, ഇവിടെ നാഗ്പൂർ സെമിനാറിലെ വിദ്യാർത്ഥികളോട് ചോദിച്ചു, ആ രംഗത്ത് ആരാണ് ഏറ്റവും കൂടുതൽ ബലിയായിത്തീരുന്നത്? ഇസഹാക്കാണോ, ആടാണോ, അബ്രഹാമാണോ, വേറെ വല്ലവരുമാണോ? നമ്മൾ ചിന്തിക്കാറില്ല എന്നുള്ളത് സത്യം. ആ ഒരു രംഗത്ത് മലയുടെ മുകളിലാണ്, മോറിയ മല, അവിടെ ഏറ്റവും അധികം ബലിയായിത്തീരുന്നത് ആരാണ്? പലരും പറഞ്ഞ് ആടാണ്, ആടിനെ വലിയ ബലി അർപ്പിച്ചത്. അല്ലെ പറഞ്ഞ് ഇസഹാക്കാണ്. ഇങ്ങനെ ഒത്തിരി മറുപടി പറയാനുണ്ടെങ്കിലും ആ രംഗത്ത് ഏറ്റവും കൂടുതൽ ബലി സാക്രിഫൈസായി മാറുന്നത് അബ്രഹാമാണ്. കാരണം അദ്ദേഹം അനുഭവിച്ച ടെൻഷൻ ആർക്കും മനസ്സിലാകുകയില്ല. ഒരു ഒറ്റ പുത്രനേ ഉള്ളൂ, അതിനെ വെട്ടി, ഇവിടെ കളഞ്ഞകാരല്ലേ പറഞ്ഞത്, വെട്ടി വിറക് വെച്ച് തീ കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ബലി അതൊരു പിതാവിനോ മാതാവിനോ താങ്ങാനാകുമോ? അപ്പോൾ ഏറ്റവും അധികം സ്വയം ബലിയായിത്തീരുന്നത് അബ്രഹാമാണ്, തർക്കമില്ല. ഇസഹാക്കിന് എന്ത് മനസ്സിലായി അപ്പോൾ നിറഞ്ഞിട്ട്. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ പ്രതീകമാണ് നമ്മളിപ്പോൾ വ്യാഖ്യാനിക്കുക.
അപ്രകാരം തന്നെ സ്റ്റീഫൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമൊക്കെ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്രൗൺ. സ്റ്റീഫനെ കല്ലുകൾ എറിഞ്ഞെറിഞ്ഞ് കൊല്ലുമ്പോഴും അദ്ദേഹവും റെസിസ്റ്റ് ചെയ്യുന്നില്ല. അതാണ് അതിശയം. അല്ലെ, കല്ലെറിഞ്ഞ് കൊല്ലുന്നതിനകത്ത് പണ്ട് നല്ല ഒരു പതിവാണ് ശിക്ഷിക്കുന്നത്. എന്തുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ എതിർക്കുന്നില്ല? അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സാമ്യമുള്ള സെൻറ് കുറിച്ച് ഞാൻ പറഞ്ഞു ഒത്തുകൊണ്ടു. ഇദ്ദേഹത്തിലും സാമ്യമുണ്ടല്ലോ. യേശു ക്രിസ്തു മരിക്കുന്നതിന് മുമ്പ് കുരിശിൽ കരച്ച് ആദ്യം പറഞ്ഞ അതാ, ഇവർ ഈ കാട്ടിക്കൂട്ടുന്നത് എന്താണെന്ന് അറിയാൻ മേല, ക്ഷമിക്കണേ. അപ്പം ഞാൻ ചോദിക്കുക, ആ പ്രാർത്ഥന ദൈവം കേട്ടോ? ക്ഷമിച്ചോ? ക്ഷമിക്കാൻ പാടില്ല നമ്മൾ പറയും. ഇതാവേ ഇവരെന്ത് ചെയ്യുന്നറിയാത്തതുകൊണ്ട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ക്ഷമിച്ചോ ഇല്ലയോ? പറയാൻ ഇച്ചിരി മടിയാണ്. ക്ഷമിച്ചോ? ഇല്ല. കാരണം നമ്മുടെ മനസ്സിൻ്റെ ഇതുകൊണ്ട് നമ്മൾ പറയുന്നത് ക്ഷമിക്കത്തില്ലത്, എന്തു വന്നാലും ക്ഷമിക്കത്തില്ലത്. അവിടെ ക്ഷമിച്ചില്ല, പിന്നെ യേശു ക്രിസ്തു വന്നില്ല പ്രാർത്ഥിക്കുന്നത്. പുത്രൻ പ്രാർത്ഥിച്ചാൽ പിതാവ് കേട്ടിരിക്കും, ക്ഷമിച്ചിരിക്കും, ഉറപ്പാ. അപ്പോൾ ക്ഷമിക്കണേന്ന് പറഞ്ഞാൽ ക്ഷമിക്കും. സ്തേഫാനോസ് അതേ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് മരിച്ചു. ക്ഷമിക്കണേ കേട്ടു. ഇല്ലെങ്കിൽ അതുപോലെ ചാമ്പലായി പോവും, മനുഷ്യർ കത്തിപ്പോവും. കാരണം ഈശ്വര സാന്നിധ്യമുള്ള സ്ഥലത്താണിത്. സ്തേഫാനോസിൻ്റെ രക്തം വീഴുന്നിടത്ത് ഈശ്വര സാന്നിധ്യമുണ്ട്. അപ്പോൾ ക്ഷമിക്കണേ എന്ന് പറഞ്ഞു നോക്കത്തുള്ളൂ, അല്ലെങ്കിൽ പോക്കാ മുഴുവൻ. ഇപ്പം ഈ രണ്ടുപേരുടെ കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന് അപ്പോസ്തലന്മാരിൽ ഒരാൾ, മറ്റത് പിന്നെ അടുത്ത് വരുന്ന വലിയ രംഗമാണ് സെയിൻറ്റ് സ്റ്റീഫൻ്റെ മാർട്ടിഡം. അവിടെ ഈ പ്രയർ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു, ക്ഷമിക്കണം ഇവരോട്. കാരണം നമ്മളൊക്കെ കാട്ടിക്കൂട്ടുന്ന കണ്ടാൽ ദൈവത്തിന് മനസ്സിലായതിൽ മനുഷ്യന് മനസ്സിലായി. ഇവരെന്താ ചെയ്യുന്നത് അവർക്ക് പോലും അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇന്നത്തെ നിത്യസത്യമാണിത്. നമ്മുടെയൊക്കെ കാര്യം പറയണേ. നമ്മളൊക്കെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്ന ഇവരെന്നാ ചെയ്യുന്ന അവർക്ക് അറിഞ്ഞുകൂടാ, ആർക്കും അറിഞ്ഞുകൂടാ, അറിയാമെന്ന് ഭാവിക്കുന്നു. അപ്പോൾ എറിയുന്നവർ ചോദിച്ചാൽ പറയും, പിന്നെ അവന് ഈ കുഴപ്പമെല്ലാം കാണിച്ച് ന്യായപ്രമാണം എല്ലാം കളഞ്ഞു, ദേവാലയം നശിപ്പിക്കുന്നത് പറഞ്ഞു, ഞങ്ങൾ കേട്ടു എന്ന് വല്ല കള്ളസാക്ഷിയൊക്കെ പറയും. അപ്പോൾ അവരുടെ ദൃഷ്ടിയിൽ അത് ശരിയാണ്, എറിഞ്ഞെറിഞ്ഞ് കൊന്നേ നോക്കത്തുള്ളൂ. പക്ഷേ അവരറിയുന്നില്ല അത് സത്യമല്ല. സത്യമറിയാതെ സത്യത്തെ എതിർക്കുന്നത് വലിയ പാപമാണ് എന്നാണ് ആ രംഗം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. യാഥാർത്ഥ്യം അറിഞ്ഞിട്ടും ചിലപ്പോൾ എതിർക്കും. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പലപ്പോഴും അങ്ങനെ പറയേണ്ടി വന്നത്. ചിലയിടത്ത് ജനങ്ങളുടെ അവിശ്വാസം കൊണ്ട് അത്ഭുതം പ്രവർത്തിക്കാൻ സാധിച്ചില്ല യേശു ക്രിസ്തുവിന്, കഴിയില്ലഞ്ഞിട്ടല്ല, ഇതും സംഭവിക്കാം. അപ്പോൾ ഈ രണ്ട് മനുഷ്യരുടെ കാര്യത്തിലെങ്കിലും നമ്മൾ ഓർക്കുക, ഒരു യുവാവ് പൊതുസ്ഥലത്ത് വെച്ച് ക്രൂരമായി കല്ലെറിഞ്ഞപ്പെട്ട് കൊല്ലപ്പെടുന്നു, അവിടെ വീണ് മരിക്കുന്നു. ആ മരിക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ട് നോക്കിക്കേ മോനെ, ഇങ്ങോട്ട് നോക്ക്, പെടലി തിരിഞ്ഞു പോകും, അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി നേരെ ഇരിക്കുക, കൈയൊക്കെ താത്തു വരും. ആ എന്തിനാണ് ഇവിടെ വരുത്തി? നിങ്ങളല്ലെങ്കിൽ ഈ സമയത്ത് അവിടെ പോയിരിക്കും, പുറങ്ങി സ്വകാര്യം പറഞ്ഞുകൊണ്ട് പുറകെ വർത്താനം വരും, അതിനവിടെ വന്നിരിക്കാൻ പറഞ്ഞു. എനിക്കറിയാം അതുങ്ങളുടെ പരിപാടി. സ്തേഫാനോസ് എന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് നല്ല ഭാവി കാണുമായിരിക്കും, നല്ല ആരോഗ്യ ദൃഢഗാത്രനായ ചെറുപ്പക്കാരൻ. അദ്ദേഹം യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായി, നേരിട്ട് കണ്ടിട്ടില്ലായിരിക്കാം, കേട്ടറിഞ്ഞ് ശിഷ്യനായിരുന്നു. നല്ല പഠിപ്പുള്ളവനാണെന്ന് മനസ്സിലാകുന്നു. അദ്ദേഹം അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം വായിച്ചാൽ 10-30 വാക്യങ്ങൾ ഒരൊറ്റ പ്രസംഗമാണ്. ഇത് എവിടുന്ന് കിട്ടി ഈ അറിവെല്ലാം കൂടെ? ചരിത്രമാണ് പറയുന്നത്. കണക്റ്റഡായിട്ട് ഇങ്ങനെ 1, 2, 3 എന്ന് പറയാൻ എവിടെ കിട്ടി ഇദ്ദേഹത്തിന്? ഒരു ഓർമ്മപ്പശകുമില്ല. പ്രസംഗിച്ചുകൊണ്ട് മരിച്ച ഒരാളാണ് സ്തേഫാനോസ്. ആത്മീക പ്രഭാഷണാനന്തരം വീണ് മരിച്ചു. നിലവിളിച്ചുകൊണ്ട് പ്രാണനെ വിട്ടെന്ന് എഴുതി അതിൻ്റെ മലയാളത്തിൽ. ക്രൈഡ് അലൗഡ് കാണാം, വലിയ നിലവിളി. യേശു ക്രിസ്തു മരിക്കുമ്പോഴല്ല, നിലവിളിച്ചുകൊണ്ട് പ്രാണനെ വിട്ടു, വലിയ സ്വരത്തിൽ. ഇതാ ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഒരു കുറ്റം പറയല്ല, ഇതാ ഞാൻ വരുന്നു എന്ന് നിലവിളിച്ചുകൊണ്ട്. അപ്പോൾ ഓരോ പദവും പരിശോധിച്ചാൽ അവൻ നിലവിളിച്ചുകൊണ്ട് പ്രാണനെ വിട്ടു. ആർക്കു വേണ്ടിയാ നിലവിളി? വേദന സഹിക്കുന്നതിൻ്റെ നിലവിളി അല്ല,
നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും, ഏറുകൊണ്ടതിൻ്റെ വേദന കൊണ്ടല്ല, അത് നേരെ നിലവിളിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ ചാകാൻ നേരം നിലവിളിക്കുന്നത്. ചാകാൻ തുടങ്ങുന്നതിന് ഉടനെ അടുത്ത നിമിഷം നിലവിളിക്കണമെങ്കിൽ വേറെയാണ് കാരണം. അദ്ദേഹത്തിൻ്റെ ഈ രക്തസാക്ഷികളുടെ ഒരു ആത്മീക സന്തോഷമുണ്ട്. അത് നിർവചിക്കാനാവാത്ത ജോയ് എന്ന് പറയുന്ന ആഹ്ലാദമാണ്. വലിയ സന്തോഷം. ഞാൻ വരുന്നു, ഇപ്പോൾ എഴുന്നേറ്റത്തേക്ക് അവിടെ സ്വീകരിക്കാമെന്ന് നമ്മൾ പറയും. അങ്ങനെ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞ ആൾ. അതിനു മുമ്പാണ് ദീർഘമായ പ്രഭാഷണം. നമ്മളൊക്കെ പഠിക്കേണ്ടതാണ്. സൺഡേ സ്കൂളിലും ദൈവബോധനത്തിൽ സഭായത്തിലും ഒക്കെ പഠിക്കേണ്ടതാണ് സ്തേഫാനോസിൻ്റെ പ്രസംഗം. ചരിത്രം മുഴുവൻ ഇങ്ങനെ ഘട്ടം ഘട്ടമായി വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഒരു ചെറുപ്പക്കാർ വിചാരിച്ചാലും പഠിക്കാൻ സാധിക്കും. പ്രഭാഷണം നടത്താനാകും, ചില പ്രഭാഷണം ചെയ്ത് മരിക്കാനും സാധിക്കും. അതുകൊണ്ട് അന്യാദൃശമായ ഒരു രീതിയാണ് സെൻറ്റ് സ്റ്റീഫനിൽ കാണുന്നത്. പ്രസംഗിച്ചു, കേട്ടവരെ ചുറ്റും നിൽക്കുക പല്ല് കടിച്ചുകൊണ്ട്. ഇദ്ദേഹം ഇതൊന്നും വകവെക്കാതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം പറഞ്ഞത് അവർക്ക് നല്ലപോലെ ഏറ്റു. നിങ്ങൾ ന്യായപ്രമാണം കൈവച്ച് പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കുന്നവരല്ലേ? മുഴുവൻ ലോ എന്ന് പറയുന്ന മുഴുവൻ നിങ്ങളുടെ പോക്കറ്റിലുണ്ട്. നിങ്ങളതൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ പ്രവാചകന്മാരെ കല്ലെറിഞ്ഞു കൊന്നു. ഇന്ന് സുവിശേഷം വായിച്ചു കണ്ടില്ലയോ? ദേവാലയത്തിനും ബലിപീഠത്തിനും അത്യാവശ്യം കൊല്ലപ്പെട്ടവനായ സക്രിയ, ഇതൊക്കെ പെട്ടെന്ന് നടക്കുന്നു. സ്തേഫാനോസിന്റെ അക്യൂസേഷൻ ന്യായവിധിയാണ്. കേട്ട യഹൂദ പ്രമാണികളെ അല്ലാത്തവരെയും ന്യായം വിധിക്കുകയാണ്. നിങ്ങൾക്കാണ് ന്യായപ്രമാണം ലഭിച്ചത്, ജാതികൾക്കല്ല, പുറജാതികൾക്കല്ല. നിങ്ങൾക്ക് യഹൂദന്മാർക്കാണ് ന്യായപ്രമാണം ദൈവം കൊടുത്തത്. രക്ഷ യഹൂദന്മാരിൽ നിന്ന് വരുന്നു എന്നൊരു പറച്ചിലുണ്ട്. അപ്പം അങ്ങനെ ന്യായപ്രമാണം കിട്ടി പോക്കറ്റ് ഇട്ട് നടക്കാനല്ലല്ലോ, അത് പ്രമാണിക്കാനാണ്. കിട്ടിയ ന്യായപ്രമാണം പ്രമാണിക്കാനാണ്. മറ്റുള്ളവരെ അവൻ പ്രമാണിക്കുന്നില്ല, ഇവൻ പ്രമാണിക്കുന്നില്ല, അതുകൊണ്ട് ഞാനും പ്രമാണിക്കില്ല എന്ന് പറഞ്ഞാൽ അർത്ഥശൂന്യമാണ്, മൗഢ്യമാണത്. അപ്പം നിങ്ങൾക്ക് ന്യായപ്രമാണം നിങ്ങളുടെ കക്ഷത്തിലും പോക്കറ്റിലും ബാഗിലും തലയിലും ഒക്കെ ഉണ്ട്, പക്ഷേ നിങ്ങളത് ചെയ്യുന്നില്ല. ഇതിനേക്കാൾ വലിയൊരു അക്യൂസേഷൻ എന്താ പണ്ഡിതന്മാരോടാണ് പറയുന്നത്, അറിവുള്ളവരാണ് പറയുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പക്ഷേ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? നിങ്ങൾ യഹൂദന്മാരിലുണ്ട് ലോ എന്ന് പറയുന്നവർക്ക് വലിയ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ലോ, ന്യായപ്രമാണം. അത് കൈവച്ചുകൊണ്ട് എന്തുകൊണ്ട് ചെയ്യുന്നില്ല നിങ്ങൾ? നിങ്ങൾക്കറിയാം, ദൈവം തന്ന നിയമം അറിയാം, നിയമങ്ങളറിയാം. എല്ലാ നിയമങ്ങളും കാച്ചി കുറുക്കി 2 നിയമമാക്കി. എന്താണെന്ന് പറയാമോ? ആ കണ്ണടിക്കാരൻ ഇങ്ങോട്ട് നോക്കുന്നില്ല, അവൻ കുനിഞ്ഞിരിക്കുക. എന്നാ പരിപാടി അവിടെ നടക്കുന്നത്? ഇങ്ങോട്ട് നോക്കാൻ മേലെ. പിന്നെ അത് അവിശ്വസ്തതയാണ്, അൺഫെയ്ത്ത്ഫുൾനെസ്. കേട്ടോ, കള്ളത്തിനും കാണിക്കില്ല. ന്യായപ്രമാണം കിട്ടി, നിങ്ങൾക്ക് അറിവ് കിട്ടിയതാ ഇങ്ങനെയൊക്കെ നടക്കണം, ജീവിക്കണമെന്ന്. പക്ഷേ നിങ്ങൾ ജീവിക്കുന്നില്ല. നിങ്ങൾക്ക് തോന്നിയ പോലെ ജീവിക്കുന്നു. നിങ്ങൾക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്. സ്കൂളിൽ പോയാൽ ഇങ്ങനെയൊക്കെയാണെന്നറിയാം, പക്ഷേ ചെയ്യുന്നില്ല. സാറ് ബോർഡിൽ എഴുതാൻ തിരിയുന്നുടനെ മറ്റേതിനെന്ത് കൊണ്ടും കടലാസ് കൊണ്ട് ആരും ഉണ്ടാക്കി ഇങ്ങോട്ട് വിടും. ഇതൊക്കെ അവിടെ പരിപാടി. സാറിൻ്റെ പുറത്ത് നിന്ന് കൊള്ളുന്നതെല്ലാം ചിരിക്കും. നിങ്ങൾക്കറിയാം എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന്, നമുക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്, പക്ഷേ ജീവിക്കത്തില്ല. അതിനേക്കാൾ വലിയ ഒരു കുറ്റാരോപണം നടത്താനില്ല. നിങ്ങൾ ന്യായപ്രമാണവും സർവ്വപ്രമാണങ്ങളും എല്ലാ പ്രമാണങ്ങളും കാച്ചിക്കുറിക്കടുത്ത് 2 യേശുക്രിസ്തു പറഞ്ഞു. ഏതൊക്കെയാണ്? ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക. അതിനപ്പുറത്തൊന്നുമില്ല പ്രമാണം. ഇതറിയാമായിട്ടും ലവ് ഓഫ് നെയ്ബർ എന്ന് പറയുന്നത് നടക്കുകയില്ല നമ്മളെ കൊണ്ട്. നമ്മൾ ചെയ്യത്തില്ല. കിട്ടിയിരിക്കുന്ന പ്രമാണമാണ് ദൈവത്തെ സ്നേഹിക്കുക. അത് ഞങ്ങൾക്ക് ദൈവത്തെ വലിയ സ്നേഹമാണെന്ന് പറയും. മനുഷ്യനെ സ്നേഹിക്കും. ഇത് 2 തുല്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ലവ് ഓഫ് ഗോഡ് ആൻഡ് ലവ് ഓഫ് നെയ്ബർ. രണ്ടാമത്തതിൽ നമ്മൾ പരാജയപ്പെട്ടു. മനുഷ്യരിൽ അധികം പേരും പരാജയപ്പെടുന്ന അവരെയാണ്. പഴയകാല ആദ്യകാല അന്യാസാർത്ഥികൾ വന്ന് എൽഡേഴ്സിൻ്റെ അടുത്തുനിന്ന് ചോദിക്കുന്ന ഇതാണ്, എനിക്കൊരു ഉപദേശം പറഞ്ഞുകൊടുക്കുന്ന ഇതാ, നിന്നെപ്പോലെ അയൽക്കാരെ സ്നേഹിക്കാതെ അവനങ്ങ് പോകും. പിന്നെ ഒത്തിരി വർഷം കഴിഞ്ഞ് തിരിച്ചു വരുന്നു പറയും, ഞാൻ ഏകദേശമൊക്കെ പാലിച്ച് തുടങ്ങിയിട്ടുണ്ട്, ഇനി അടുത്ത എന്താണെന്ന് ചോദിക്കും. അവൻ പഠിച്ച ആചരിക്കുന്നവനാണ് ആചാര്യൻ. അപ്പോൾ ഇതൊരു പ്രധാനമാണ്. നിന്നെപ്പോലെ തന്നെ അയൽക്കാരനെ എന്ന് പറയുന്നത് പുസ്തകത്തിലുണ്ട്, പ്രവൃത്തിയിലില്ല. അതാണ് ഈ സ്തേഫാനോസ് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ ന്യായപ്രമാണം കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്കറിയാം എന്താണ് ദൈവകൽപ്പന, നിങ്ങളത് ചെയ്യല. ഈ വലിയ ആരോപണം കേട്ടപ്പോഴത്തേക്ക് അവർക്ക് പിന്നെയും കോപം ശതഗുണീഭവിച്ചു, എറിഞ്ഞു.
സ്തേഫാനോസ് അവിടെ മുട്ടുകുത്തി. സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടിട്ടാണോ എന്നറിയാൻ പറ്റില്ല, അവിടെ മുട്ടുകുത്തി. ഏതായാലും മരിക്കുക. മുട്ടുകുത്തുന്ന ആരുടെ മുമ്പിലാണ്? ദൈവത്തിൻ്റെ. മുട്ടുകുത്തുന്നത് ദൈവത്തിൻ്റെ മുമ്പിലാണ്. നോക്കി സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ട് തന്നെ മുട്ടുകുത്തി പോയി. സോഷ്യൽ മീഡിയ കിടപ്പുണ്ട് മാർത്താമ്മ അച്ഛൻ്റെ സാക്ഷ്യം. ഏതാണ്ട് മാരകമായ രോഗമാണ്, സോഷ്യൽ മീഡിയ കിടപ്പുണ്ട്. അദ്ദേഹം കുറേ രോഗമായി വലിയൊരൊക്കെ പോയി ചികിത്സിച്ച് കഴിഞ്ഞ് ഒരു വ്യാഴാഴ്ച കുർബാനയിലൊന്നും പറ്റിയില്ല. എന്നാൽ ദുഃഖ വെള്ളിയാഴ്ച കൂടാതെ പറഞ്ഞ് പോയി. കുറ്റപ്പഴ മാർത്താമ്മ പള്ളി തിരുവല്ലായി. ബാക്കിയുള്ളവരെല്ലാം മുട്ടുകുത്തി കുമ്പിടുന്നു. ഇതൊരു കുമ്പിടാൻ വയ്യ, ഭയങ്കര വേദനയാണ്. അദ്ദേഹത്തിൽ പറയുന്നത് കേട്ടു, ഞാൻ ആ കുരിശെ നോക്കിക്കൊണ്ട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞാനൊരു വൈദികനല്ലേ, ഈ ഗുഡ് ഫ്രൈഡേക്ക് ഒന്ന് കുമ്പിടാൻ എനിക്ക് സാധിച്ചില്ല. വേണേ മരിച്ചോട്ടെ, കുമ്പിട്ടു. പിന്നെ അദ്ദേഹം പറഞ്ഞ് എവിടുന്ന ശക്തി കിട്ടുമെന്ന് എനിക്കറിയാൻ പറ്റില്ല. അദ്ദേഹം മുട്ടുകുത്തി നിന്ന് കുമ്പിട്ടു. ഇപ്പോൾ നല്ല ആരോഗ്യമായിട്ട് പ്രസംഗിച്ച് നടക്കുന്നു. അദ്ദേഹം സാക്ഷി പറയുമ്പോൾ കേട്ടിരിക്കുന്നവരെല്ലാം കരഞ്ഞുകൊണ്ടിരിക്കുക. കരച്ചിൽ മാത്രം പോരല്ലോ, നിങ്ങൾ ന്യായപ്രമാണം ലഭിച്ചു ആചരിച്ചോ? ഇല്ല. അത് വെച്ച് ദൈവം നമ്മളെ ന്യായം വിധിക്കും. നമ്മൾ സ്വയം ന്യായീകരിക്കും, സത്യമാണ്. ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാം സ്വയം ഞാൻ ചെയ്തതെല്ലാം കറക്റ്റാണ്, നിങ്ങളാണ് കുഴപ്പക്കാരൻ, ഞാൻ നിങ്ങളെക്കാൾ എത്രയോ ഭേദം, ബെറ്റർ ദാൻ ദൗ എന്ന് പറയും നമ്മളെല്ലാവരും. ഈ സ്വയം ന്യായീകരണം നമ്മളെ നശിപ്പിക്കുകയല്ലാതെ എങ്ങും എത്തിക്കുന്നു. ഞാനും പറയും എൻ്റെ ഭാഗത്തല്ല, നിങ്ങളാണ്. ഇതാണ് ലോകത്തെ ഒരു ഇഞ്ച് മുമ്പോട്ട് പോകാതെ നമ്മൾ വികസനമെന്നും ശശി തരൂർ വികസനം എന്നൊക്കെ പറയുന്നൊന്നും നടക്കാൻ പോകില്ല. കാരണം എന്താ? നമുക്ക് ചെയ്യല്ല നമ്മൾ. അതുകൊണ്ട് അപ്പോൾ സ്തേഫാനോസ് വലിയ ഒരു ഇമേജ്, ഒരു ദൃഷ്ടാന്തമാണ് നമ്മുടെ മുന്നിൽ. ഇങ്ങനെയും ആകാം. ദെർ ഇസ് എൻ ആൾട്ടർനേറ്റ് വേ ഓഫ് ലൈഫ്. വേറൊരു ഓപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു തരുന്ന വിദ്യാസമ്പന്നനായ ത്യാഗിയായിരിക്കുന്ന മകുടം, ക്രൗൺ, അതാണ് സ്റ്റീഫൻ. അദ്ദേഹത്തിൻ്റെ വേദനയുടെ മുമ്പിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അറിഞ്ഞോ? സ്റ്റീഫൻ്റെ വേദനയുടെ മുമ്പിലാണ് നമ്മൾ ഈ കൊട്ടു ആഘോഷമൊക്കെ നടത്തുന്നത്. കേവലം ഇതൊരു പെരുന്നാളോ ആഘോഷമൊന്നും അല്ല. ആ മരിച്ചു വീഴുന്ന ആളിനെ നോക്കിയിട്ട് എന്തൊക്കെയോ മനസ്സങ്ങ് വിങ്ങും. നമ്മൾ നല്ലതുപോലെ ആ രംഗം ഉൾക്കണ്ടുകൊണ്ട് കണ്ടാൽ വിങ്ങും. വേദന എടുക്കണം. നല്ല കാര്യത്തിന് മുമ്പ് വേദന ഉണ്ടാകണം, നല്ലതാണ്. അപ്പോൾ ഈ സ്തേഫാനോസ് ഇങ്ങനെ ഒരാൾ, എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഇതിൽ ഇവിടെ എല്ലാം ഇട്ടു? സ്കൂളും കോളേജും ഒക്കെ ആയി അദ്ദേഹത്തിൻ്റെ പേരിൽ. ഇന്നലെ നമ്മൾ കേട്ട പോലെ CSI പള്ളിയുണ്ട്, സെൻറ്റ് സ്റ്റീഫൻസ് 26. കാരണം ഇദ്ദേഹത്തെ വലിയ ആദരം. ആദ്യത്തെ രക്തസാക്ഷി. അതൊരു ഈ മോഡൽ കണ്ടാൽ പിന്നെ ഒരുപാട് പേര് രക്തസാക്ഷികളാകുന്നത്. മോഡൽസ് കുറയുന്നുള്ളത് ഇന്നത്തെ നമ്മുടെ വലിയ ദാരിദ്ര്യമല്ലേ? ചിന്തിച്ചു നോക്കാം. സന്യസ്തരാണ്, പട്ടക്കാരാണ്, അല്ലെങ്കിൽ ഭരണാധികാരികളാണ്, ചുമതലക്കാരാണ്. എവിടെയുണ്ടൊരു മാതൃക? എൻ്റെ ഇല്ല. നമ്മൾ തേടുകയാണ്, ഇരുട്ടിൽ തപ്പുകയാണ്, എവിടെയുണ്ട് നല്ലൊരു ജീവിത മാതൃക? നോ. എന്തേ? ലോകം എന്നും തേടുന്നത് ഇതാ, നല്ല ജീവിത മാതൃക. അത്യപൂർവമാണ്. ഒരു ഗാന്ധിയെ നമുക്കുള്ളൂ ഇന്ത്യക്ക് അഭിമാനിക്കാൻ. അദ്ദേഹം സാധാരണക്കാരനായി ഒരുപാട് ടെംപ്ടേഷൻസ് ആയിട്ടൊരു തറ ലെവലുള്ള മനുഷ്യനായിരുന്നു. അതങ്ങോട്ട് പിന്നെ വളർന്നു കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ഒടുവിൽ പ്രായമായി കഴിഞ്ഞ് കസ്തൂർബ ചോദിച്ചു, നിങ്ങൾ ഈ ഉപ്പ് സത്യാഗ്രഹമൊക്കെ പോകുന്നുണ്ട്, എന്തുവാ ഇത്? ഉപ്പ് കൂട്ടാൻ മനുഷ്യൻ ജീവിക്കാൻ നോക്കുമോ? ഒന്നും വേണ്ടിയില്ല. വെറുതെ സത്യാഗ്രഹം എന്താ? ഉപ്പ് കൂട്ടാൻ മനുഷ്യൻ ജീവിക്കാനൊക്കെ അല്ലെന്ന് പറയും. ഇന്ത്യയിലെ ഗാന്ധി പിന്നെ മരിക്കുന്നത് വരെ ഉപ്പ് തൊട്ടിട്ടില്ല. വെടിവെച്ച് കൊല്ലപ്പെടുന്നത് വരെ ഗാന്ധി ഉപ്പ് കിട്ടിയിട്ടില്ല. നമ്മൾ വിശ്വസിക്കും, നമ്മൾ പറയും കീർക്കാന്ന് പറയും. ശരി, ഉപ്പ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നരകത്തിൽ പോകും? നോ, ദാറ്റ്സ് എ പ്രിൻസിപ്പിൾ. പിടിച്ചു നിന്നു? നോ, ചെയ്യത്തില്ല. ഓർത്തുകൊള്ളൂ, നല്ല ദൃഷ്ടാന്തങ്ങൾ എവിടെയായാലും, വീട്ടിലായാലും, സ്ഥാപനങ്ങളിലായാലും, രാഷ്ട്രീയത്തിലായാലും നല്ല ദൃഷ്ടാന്തങ്ങൾ ഇല്ലെങ്കിൽ അതീവ ദാരിദ്ര്യമാണ്. ജീവിതം ഡ്രൈ ആയി പോവുകയാണ്. സ്തേഫാനോസ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ എരിഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. യോഹന്നാൻ സ്നാപകൻ അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കായിരുന്നു എന്ന് യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യം ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ കുറിച്ച്. ഇതും എരിഞ്ഞു നിൽക്കുന്ന, എരിഞ്ഞടങ്ങുകയാണ്. പൊതുസ്ഥലത്ത് കല്ലേറുകെട്ട് വീഴുന്ന മനുഷ്യൻ
വിളക്ക് പോലെ എരിഞ്ഞടങ്ങുക, പക്ഷേ തീ കത്ത് നിൽക്കുന്നില്ല. രക്തസാക്ഷി മരിച്ചു കഴിഞ്ഞാലും സംസാരിക്കും. എന്താണ് ബൈബിൾ പറയുന്നത്? ഹാബേൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. രക്തസാക്ഷിക്ക് മരണമില്ല, പ്രഭാഷണത്തിന് അന്ത്യവുമില്ല. സ്റ്റീഫൻ ഇപ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. സ്തെഫാനോസ്. നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിൽ വായിച്ചു നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം എപ്പോഴേലും ഒന്ന് വായിച്ചു. ദീർഘപ്രസംഗവും എങ്ങനെ അദ്ദേഹത്തെ എറിഞ്ഞു കൊല്ലുന്ന കൂട്ടത്തിൽ അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് റിസൾട്ട് എന്താണെന്നറിയാമോ? സെയിൻറ്റ് പോൾ, അത് വേറെ ചെറുപ്പക്കാരനാണ്. ഒരു ചെറുപ്പക്കാരൻ വേറെ ചെറുപ്പക്കാരനെ ആകർഷിച്ചു. കണക്ഷൻ ഉണ്ട് തമ്മിൽ. എറിയുന്നവരുടെ മേൽവശ പുറക്കപ്പായെന്നൊക്കെ പറയാം. അവർ ഇട്ടുന്നതിൻ്റെ പുറത്ത് ഒന്നുകൂടിടും രോഗന്മാർ. അത് മാറ്റി വെച്ചാൽ എറിയുന്നത്. അത് സൂക്ഷിക്കുന്നത് ശൗലാണ്. ശൗലിന് സമ്മതമായിരുന്നു എറിയാൻ. അത് എഴുതി വെച്ചിട്ട് പ്രത്യേകം. സ്തെഫാനോസിനെ കൊല്ലുന്നതിന് ശൗലിന് സമ്മതമായിരുന്നു. ഭയങ്കരമല്ലേ? ചെറുപ്പക്കാരനാ. അവനെപ്പോലെ വേറൊരാളിനെ എറിഞ്ഞു കൊല്ലാൻ സമ്മതിച്ചെന്ന് പറഞ്ഞാൽ എവിടെ നിൽക്കുന്നു? സ്റ്റാൻഡേർഡ്. പക്ഷേ പിന്നീട് അദ്ദേഹം ആരായി? കയറി പിടിച്ചു യേശു ക്രിസ്തു പൊതുതരത്തിൽ വെച്ച് കുതിരപ്പുറത്ത് വീണുപോയി. അത് വേറൊരു സംഭവം. അപ്പോൾ ഇതിൽ നിന്ന്, ഈ രക്തസാക്ഷ്യത്തിൽ നിന്ന് ഉണ്ടായ ഒരു പുഷ്പമാണ് സെയിൻറ്റ് പോൾ. മനസ്സിരുത്തി വായിച്ചാൽ മനസ്സിലാവും. കൂടുതൽ പറയാനൊന്നും സമയമില്ല. പറഞ്ഞങ്ങനെ നീണ്ടങ്ങ് പോകും. അതുകൊണ്ട് നമുക്ക് സ്തെഫാനോസിനെ വണങ്ങാം. അദ്ദേഹത്തെ നോക്കി ഒരു തുള്ളി കണ്ണീരൊഴിക്കാം. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഇവർക്ക് ഈ പാപം നിർത്തരുതെന്ന് പറഞ്ഞാൽ എന്നും അങ്ങനെ നിൽക്കരുതെന്നാണ്. നിർത്തരുതെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് നിൽക്കരുതെന്ന് അതിൻ്റെ അർത്ഥമുണ്ട്. ക്ഷമിക്കണേ എന്നാണ്. ക്ഷമിച്ചു. അത് നമുക്ക് മാതൃകയാണ്. സ്തെഫാനോസിൻ്റെ പേര് ഘോഷിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ പത്തനാപുരം. കൊണ്ട് അദ്ദേഹത്തിൻ്റെ സജീവ സാന്നിധ്യം ഒരു വിജയമാണ്. അത് സഹോദരന്മാർക്ക് കിട്ടുന്നത് ക്രൗൺ ഓഫ് വിക്ടറി. അതാണ് വിജയത്തിൻ്റെ മകുടമാണ്. അതാ പരിശുദ്ധാത്മാവ് മുടിമുടയുന്നു എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ച് പഠിക്കാം. സ്തെഫാനോസിൽ നിന്ന് ഒരു പഠിക്കാറുണ്ട്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.